ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ അവസാനത്തെ ഒരു മണിക്കൂറിൽ വലിയ രീതിയിലുള്ളൊരു റിക്കവറിയാണ് നടത്തിയത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഓട്ടോമൊബൈൽ താരിഫ് റിഡ്യൂസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഒപ്പീനിയൻ പോളുകളെല്ലാം വരുന്നത് അമേരിക്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് വളരെയധികം താഴെ പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് പല കാര്യങ്ങളും പല ടഫ് ഡിസിഷൻസും ഡൈല്യൂട്ട് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ട്രംപിൻ്റെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു റീജിയണൽ ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ US ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കുറേ താരിഫ് ഡൈലൂഷൻസൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ റിസഷൻ ഉണ്ടായേക്കാമെന്നാണ് റോയിട്ടേഴ്സിൻ്റെ പോള് സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US-ൻ്റെ താരിഫ് ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഡിസിഷൻസിൽ മാറ്റം വരുത്തുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ആഴ്ചയിൽ അമേരിക്കയിൽ Q1 GDP ഡാറ്റ അനൗൺസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആമസോൺ, മെറ്റ, അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഈ കമ്പനികളിലേക്ക് Q1 റിസൾട്ടുകളുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റൊക്കെ അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിട്ടാണല്ലോ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എല്ലാ ഏഷ്യൻ മാർക്കറ്റുകൾ, ചൈനയും ഹോങ്കോങ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ ഏഷ്യയിലും ബെറ്റർ ആയിരുന്നു. ഇന്നും ആണെങ്കിലും ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റിൽ റിലയൻസ് ഇൻഡസ്ട്രീസിലത്തെ റാലിയാണ് ഇന്നലെ ഇൻഡെക്സിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകളിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഫണ്ടുകളും കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യാണ്. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 2474 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2817.64 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റിയിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ആണെങ്കിലും ബെറ്ററാണ്. JP Morgan 2026 ഗോൾഡിൻ്റെ ടാർജറ്റ് റേസ് ചെയ്തിരിക്കുകയാണ്. $4100 പെർ ഔൺസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ, അലുമിനിയം, സിങ്ക് ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് ആണ് ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയത്. 3.3 $US പെർ MMBTU ആണ്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ TVS മോട്ടോഴ്സ്, IDBI ബാങ്ക്, KPIT, അതുപോലെ തന്നെ അഡാനി ഗ്രീൻ, അൾട്രാടെക്, സിമൻ്റ്, ഈ റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. Q4 റിസൾട്ടുകൾ ഇന്ന് ധാരാളം കമ്പനികൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ബോണസ് ഡിസിഷനും അതുപോലെ തന്നെ ഡിവിഡൻറ്റും സ്റ്റോക്ക് സ്പ്ലിറ്റൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ബജാജ് ഫിൻസർവ് ഉണ്ട്, ഇന്ന് റിസൾട്ട് ഉണ്ട്. BPCL ഉണ്ട്, ഡിവിഡൻറ്റ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. CET ഉണ്ട്, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, പ്രാജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, UTI AMC ഉണ്ട്, വെൽസ്പൻ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് ഉണ്ട്. ഈ കമ്പനികളൊക്കെയാണ് മേജറായിട്ടുള്ള കമ്പനികൾ എന്ന റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ വാറ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ളൊരു ടെൻഷൻ്റെ എക്സ്പെക്റ്റേഷൻസിൽ ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. അതുപോലെ തന്നെ ഫാർമ സ്റ്റോക്കുകൾ മുന്നേറിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഈ സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായേക്കാം. ഏറീസ് ലൈഫ് സയൻസ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ തേജസ് നെറ്റ്വർക്ക് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ. പക്ഷേ ബോർഡറിലത്തെ സിറ്റുവേഷൻ ടെൻസ് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്ത പോലെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് പൊസിഷൻസ് അറ്റ് ദ മണി നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ച് ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഹെഡ്ജ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്തൊക്കെയാണ് ബോർഡറിൽ ഉണ്ടാവാൻ പോകുന്നുള്ള കാര്യം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ, പല റിപ്പോർട്ടുകളും റിയൽ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് റിപ്പോർട്ടുകൾ പബ്ലിഷ്
പബ്ലിഷ് ചെയ്തിരുന്നുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അടുത്ത 2-3 ആഴ്ചകൾക്ക് വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. മെയ് അവസാനത്തെ ആഴ്ചയിലത്തെ കോൺട്രാക്റ്റ്, മെയ് എൻഡ് കോൺട്രാക്റ്റ്, നിഫ്റ്റി കോൺട്രാക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസിന് തുല്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മുന്നോട്ട് നീങ്ങുക. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വലിയ മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളിൽ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിനൊക്കെ സമയമെടുത്തേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് മെയ് ലാസ്റ്റ് വീക്ക് കോൺട്രാക്റ്റ്, നിഫ്റ്റി കോൺട്രാക്റ്റ്, ഓപ്ഷൻസ് കോൺട്രാക്റ്റ്, പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്യുന്ന രീതി നന്നായിരിക്കും. അപ്പോൾ വളരെ കോഴ്സായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.